നമ്മളെ പലർക്കും പല സമയത്തുള്ള ഡൗട്ടാണ് ലോൺ ക്ലോസ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. പ്രത്യേകിച്ച് പല എക്കണോമിക് സിറ്റുവേഷൻസ് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിച്ചു നമ്മുടെ കയ്യിലുള്ള ലോൺ ക്ലോസ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ ഏറ്റവും ബെസ്റ്റ് എന്ന്. ചിലപ്പോൾ 24-25 എന്നുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഒരുപക്ഷെ ലോൺ ക്ലോസ് ചെയ്യണതായിരുന്നു ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയുന്നത്. എല്ലാം ഹൈൻസൈറ്റ് ഇന്റലിജൻസ് ആണല്ലോ, കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കാനാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഗോയിങ് ഫോർവേഡ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? 2025-2026 എന്ന് പറഞ്ഞ വർഷത്തിൽ ലോൺ ക്ലോസ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ? അതുപോലെ ലോണിനെ കുറിച്ച് മനസ്സിലാകാത്ത ഒരു പോയിന്റ് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് തോമസ് ആണ്. നമ്മൾ ഈ ചാനലിനകത്ത് ഒത്തിരി ഫൈനാൻഷ്യൽ കോണ്ടന്റ് നമ്മൾ ചെയ്യുന്നതാണ്. സ്റ്റാർട്ടപ്സ്, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, ഓണ്ടർപ്രണർഷിപ്പ്, എക്കണോമിക്കിനെ കുറിച്ച് പല കാര്യങ്ങളും, മാർക്കറ്റ് അപ്ഡേറ്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് സംസാരിക്കാറുള്ളതാണ്. NRIസിന് വേണ്ടി നമ്മൾ സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ലോൺ ക്ലോഷറിനെ കുറിച്ച് അല്ലെങ്കിൽ ലോൺ ക്ലോസ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണതിനെ കുറിച്ച് പറയുന്നത് അതേ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലയബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു ഘടകമാണ് നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്നത്. ലയബിലിറ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നുള്ളത്, നമ്മുടെ EMIs എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യണമെന്നുള്ളത്, നമ്മൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ലയബിലിറ്റി പേ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു പോയിന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് EMIs കൊണ്ട്, പക്ഷേ കംഫർട്ടബിൾ ആയവർക്കും അല്ലാത്തവർക്കും എങ്ങനെയാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ലയബിലിറ്റി മാനേജ് ചെയ്യണമെന്ന് സയന്റിഫിക് ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് താഴെ കൊടുക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഫ്രീ 15-minute സെഷൻ ഉണ്ടാവും. അതൊരു March 31 വരെ നമ്മൾ ആ ഫ്രീ സെഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിലും നിങ്ങൾ ലയബിലിറ്റി മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ അതിനകത്ത് ഫോം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നീഡ് ഫിൽ ചെയ്യുക. സോ ദാറ്റ് ആ 15 മിനിറ്റ്സിന്റെ മീറ്റിംഗ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഓൾറെഡി ഒരു ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ടീം നമുക്കുണ്ട്. അവരോട് റിവ്യൂ ചെയ്യാനായിട്ട് ഇതേ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അപ്പോൾ സ്ട്രേറ്റ് അവേ നമുക്ക് ലോൺ ക്ലോസ് ചെയ്യണതാണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണതാണോ 2025-2026 ബെറ്റർ എന്നുള്ളത് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. അവർക്കും മനസ്സിലാവട്ടെ ലോൺ ക്ലോസ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ലോണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ എപ്പോഴും നമ്മുടെ അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യണതിനെ കുറിച്ചാണ് പലവരും സംസാരിക്കുന്നുള്ളൂ. അതായത് നമ്മൾ 50 ലക്ഷം എന്നുണ്ടെങ്കിൽ അതൊരു 10 വർഷം കഴിയുമ്പോൾ അത് 25 ലക്ഷമായി മാറും. കാരണം ഇൻഫ്ലേഷൻ അത് കഴിക്കും, അത് ഈറ്റപ്പ് ചെയ്യും. ഈ പറയുന്ന പോലെ നമ്മുടെ മണി വാല്യൂ എന്ന് പറയുന്നത് ഓവർ ടൈം ഡിമിനിഷ് ചെയ്യും എന്നുള്ളത് നമുക്ക് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അൺഡൗട്ടഡ്ലി അതിനനുസരിച്ച് നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യണം. പക്ഷേ ലോണിന്റെ കേസിൽ അത് നമുക്ക് ഫോർ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു കാർ ലോൺ ഉണ്ട്. ആ കാർ ലോണിൽ ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലോസ് ടു 13,000 rupees ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ 7 yearsന് വേണ്ടിയാണ് എടുത്തത്. അത് ഞാൻ ഇന്നും ആ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലോഷറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാത്ത ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോയിന്റ് ആണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ലെറ്റ്സ് നമുക്ക് 10,000 രൂപ ഒരാൾ നമുക്ക് തരാനുണ്ടെന്ന് വിചാരിക്കും. അത് പുള്ളി അടുത്ത 10 വർഷത്തിലേക്ക് നമുക്ക് മാസം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ വർഷങ്ങളിലുള്ള 10,000 രൂപ എന്നുള്ളത് വളരെ ഹൈ വാല്യൂ ഉള്ള 10,000 രൂപയാണ്. കാരണം ഇൻഫ്ലേഷൻ അത് തൊട്ടിട്ടില്ല. പക്ഷേ ഒരു 7 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ 10,000 രൂപ എന്ന് പറയുന്നത് ഈറ്റപ്പ് ചെയ്ത് 5,000 രൂപയായി മാറും. സോ ഒരു റിസീവർ എന്നുള്ള രീതിയിൽ, ഗിവർ അല്ലല്ലോ റിസീവർ ആണല്ലോ, നമ്മൾ 10,000 രൂപ നമുക്ക് തരാനുള്ളതല്ലേ. അപ്പോൾ റിസീവർ എന്നുള്ള രീതിയിൽ നമുക്ക് വർഷം പോകുന്തോറും ഈ 10,000 രൂപയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൊടുക്കുന്ന ആൾക്കാണെങ്കിലോ ആ 10,000 രൂപ വാല്യൂ അയാൾക്കും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അയാൾ നെറ്റ് എഫക്റ്റിൽ ഈ 5,000 രൂപ നമുക്ക് തരുന്നുള്ളൂ ഇൻഫ്ലേഷൻ ഈറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുന്ന സെയിം സ്റ്റോറിയാണ് നമുക്ക് ലോണിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഞാൻ പേ ചെയ്യുന്ന 13,000 rupeesന്റെ EMI എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡേയ്സിൽ അത് 100% 13,000 വാല്യൂ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഒരു 7 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8,000 രൂപയായി മാറും. കാരണം ഇൻഫ്ലേഷൻ അതിന് ഈറ്റപ്പ് ചെയ്തു. അത് ബാങ്കിന് അതൊരു ലോസ് ആണ്. ബാങ്ക് അതിന് ഇൻട്രസ്റ്റും ക്യാപിറ്റലും കൂടിയായിട്ടാണ് 13,000 രൂപ എന്ന് നമ്മൾ മനസ്സിലാക്കാം. പക്ഷേ ആ ഒരു എമൗണ്ട് നമ്മൾ മാസം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ ലോങ്ങർ ടേമിൽ അതിന്റെ മൂല്യം കുറഞ്ഞു വരിക. അപ്പോൾ ബാങ്കിനെ റിസീവ് ചെയ്യുമ്പോഴും അതിന്റെ മൂല്യം കുറയാണ്, നമ്മൾ കൊടുക്കുമ്പോഴും അതിന്റെ മൂല്യം കുറയാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ലോൺ നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഇനീഷ്യൽ EMI വളരെ ഹൈ ആയിട്ട് തോന്നാം. ഒരു 20,000 rupees നമുക്ക് ഹൈ ആയിട്ട് തോന്നാം. പക്ഷേ ആസ് വി ഗ്രോ ഇൻ അവർ കരിയർ, ആസ് വി ഗ്രോ ഇൻ അവർ ബിസിനസ്, നമുക്ക് ആ ഒരു എമൗണ്ട് EMI എന്ന് പറയുന്നത് കുറച്ച് നെഗോഷ്യബിൾ ആയിട്ടൊരു EMI ആയിട്ട് പിന്നെ കംഫോർട്ടബിൾ ആയിട്ടൊരു EMI ആയിട്ട് തോന്നി തുടങ്ങാം. അതിന്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ദി അപ്രോച്ച് ദാറ്റ് വി ഹാവ് ടുവേർഡ്സ് ദാറ്റ് സോർട്ട് ഓഫ് എൻ എക്സ്പെൻസ്. ഇത് ദാറ്റ് വർക്ക്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് അസ്. ഇത് ഈ ലോണിന്റെ കേസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വർക്കിംഗ് ഫോർ അസ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമ്മളൊരു FD പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ്
ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് വർക്ക്സ് അഗെയിൻസ്റ്റ് us. അപ്പോൾ ലോൺ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ ഇരിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്താണ് അതിൻ്റെ ഒരു പെർസെപ്ഷൻ എന്നനുസരിച്ചിരിക്കും നമ്മൾ അത് ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആ ലോൺ വളരെ ബേർഡനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ, നമുക്ക് എടുക്കാൻ പറ്റുന്ന വലിയ ഡിസിഷൻസ് ഒക്കെ ചിലപ്പോൾ പുഷ് ചെയ്ത് പോകുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിൽ ബിക്കോസ് ഓഫ് ദിസ് ലോൺ, ബിക്കോസ് ഓഫ് ദിസ് ലയബിലിറ്റി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലോൺ ക്ലോസ് ചെയ്യണം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ദ മോർ യു ഫ്രീ ടു വർക്ക്, നമുക്ക് അങ്ങനെ ഒരു ബേർഡൻ ഇല്ലാതെ വർക്ക് ചെയ്യണതാണ് കുറച്ചും കൂടി ഫ്രീ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലോൺ ക്ലോസ് ചെയ്യണം തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടൊരു സൊല്യൂഷൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരാൻ പോവുകയാണ്. കൺസിഡറിംഗ് ദറ്റ് RBI ഹാസ് റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് 0.25%, ചെറിയ എമൗണ്ട് ആണെങ്കിലും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു ഇൻട്രസ്റ്റ് റേറ്റ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇറങ്ങി വരുന്ന രീതിയിലുള്ള നമ്മുടെ വീഡിയോ നമ്മൾ ലാസ്റ്റ് കണ്ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ പോസ്റ്റ് ചെയ്യാം. അപ്പം ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സെനറിയോയിൽ നമ്മൾ മുമ്പ് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് EMI നമ്മൾ ഇപ്രാവശ്യം ലോൺസിനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഹൗസിംഗ് ലോൺ ഒരു 8.4-8.5% ഉള്ള ഒരാൾക്ക് ലെറ്റ്സ് സേ ഫ്രം 1 year from now ചിലപ്പോൾ അതൊരു 7.75 അല്ലെങ്കിൽ ഒരു 8%ലേക്ക് മാക്സിമം ഏറ്റവും മിനിമം ഒരു 7.75 വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. വിച്ച് മീൻസ് വി വിൽ ഹാവ് മോർ ഇൻകം ഇൻ അവർ ഹാൻഡ്. അപ്പോൾ ആ 7.75% ഒരു ഹൗസിംഗ് ലോൺ വന്ന് നിൽക്കുമ്പോൾ അതേ സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഇഫ് യു ആർ ഏബിൾ ടു ജനറേറ്റ് 12% റിട്ടേൺസ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിഫറൻസ് നമ്മളൊരു വലിയ നഷ്ടമായിട്ട് മാറില്ലേ ലോൺ ക്ലോസ് ചെയ്താൽ. അപ്പോൾ അതിലും ഭേദം ഇൻവെസ്റ്റ് ചെയ്യണതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമ്മുടെ സർപ്ലസ് നമുക്ക് 2 lakhs ആണെന്ന് വിചാരിക്കുക. അത് ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2025-2026 ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യണത് ഇൻവെസ്റ്റ്മെന്റ് അറീനയിലേക്കായിരിക്കും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സെനറിയോയിൽ കൺസിഡറിംഗ് ദാറ്റ് യുവർ ലോൺ എപ്പറ്റൈറ്റ് ഇസ് ഗുഡ്, അതായത് നമുക്ക് ആ ലോൺ ഇരുന്നാലും നമ്മളത് മെന്റലി നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒറ്റ കൺസിഡറേഷനിൽ ഐ വുഡ് സജസ്റ്റ് യു ടു നോട്ട് ടു ക്ലോസ് എ ലോൺ ആൻഡ് ടു ഇൻവെസ്റ്റ് ഇൻ 2025-2026 ബിക്കോസ് ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു ഗ്രോ, ദ ലോൺസ് റേറ്റ്സ് ആർ ഓൾസോ ഗോയിങ് ടു കം ഡൗൺ. ഈ 2 ഫാക്ടർ കൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഇതല്ലാതെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റാം. നമ്മുടെ ലോൺ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. നമ്മൾ പൊതുവെ കോർപ്പറേറ്റ്സിലൊക്കെ കേട്ട് വരുന്ന വാക്കാണ് റീസ്ട്രക്ചർ ചെയ്യാൻ. പക്ഷേ നമുക്ക് ഇൻഡിവിജ്വൽസിനും ലോൺ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ലോണിന് 15% ആണെങ്കിൽ ആ പേഴ്സണൽ ലോൺ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ എക്സിസ്റ്റിംഗ് ലൈബിലിറ്റി മാനേജ് ചെയ്ത് ആ പേഴ്സണൽ ലോണിന് കുറയ്ക്കുന്ന കുറച്ച് ഹാക്സ് നമുക്കുണ്ട്. അതിന് ആ അപ്രോച്ച് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ EMI കുറയ്ക്കാം. പേഴ്സണൽ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പേഴ്സണൽ ലോൺ 13%, 15% ഒക്കെയാണ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലോൺ ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ഈ സാധനങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരാൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. നമ്മൾ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ലോൺ ദാറ്റ് മേക്സ് യു പേ ഇൻട്രസ്റ്റ് ഓഫ് 8%, 9% ആ റേഞ്ചിലുള്ള ലോണാണ്. ഫോർ എക്സാമ്പിൾ കാർ ലോൺ, ഹൗസ് ലോൺ, പിന്നെ പ്രോപ്പർട്ടി ലോൺ, ഇങ്ങനത്തെ അല്ലെങ്കിൽ ബിസിനസ് ലോൺ, ഇങ്ങനത്തെ ലോൺസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് 36% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ 15-16% കൊടുക്കുന്ന പേഴ്സണൽ ലോൺ ഡെഫിനറ്റ്ലി ക്ലോസ് ചെയ്യണം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ ആ ലൈബിലിറ്റി റീസ്ട്രക്ചറിങ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. കാരണം പേഴ്സണലി എല്ലാവരുടെയും റിസ്ക് പറ്റിയിട്ടും ലോണെ പറ്റിയിട്ടും EMI പറ്റിയിട്ടൊക്കെ ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ചെറിയൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ലൈബിലിറ്റി മാനേജ്മെന്റ് ചെയ്യണം. മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു മീറ്റ് an investment specialist and also do this liability management so that you will be able to manage your EMI better and also create wealth. അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട്, EMI എപ്പറ്റൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ EMI പോകുന്നതുകൊണ്ട് നമ്മുടെ മാനസികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാണ് 2025-2026 ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. പക്ഷേ അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, പിന്നെ EMI എപ്പറ്റൈറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതൊരു ബേർഡൻ പോലെ കാണുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ആ ലോൺ ക്ലിയർ ചെയ്തതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴും ചെറിയ രീതിയിലെങ്കിലും ഞാൻ പല ഇൻവെസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് ലോണിന്റെ പുറകെ നമ്മൾ ആ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം ലോണിലായതുകൊണ്ട് നമ്മുടെ വെൽത്ത് ബിൽഡിംഗ് സ്ട്രാറ്റജി ഒന്നും നടക്കാത്തൊരു അവസ്ഥ. അപ്പോൾ നമുക്ക് 100 രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഡെഫിനറ്റ്ലി ആ എപ്പറ്റൈറ്റ് ഇല്ലാത്തവരുടെ ഫോക്കസ് എങ്ങനെ പോയാലും ലോൺ ക്ലോസ് ചെയ്യാനാണെങ്കിൽ ആയിരിക്കണം 90%. പക്ഷേ ആ 10% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. കാരണം ആ ഇൻവെസ്റ്റ്മെന്റ് മൊമെന്റം നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ഓൺലി ഓൺ ദറ്റ് ലോൺ ആയി പോകും. എന്നിട്ട് നമ്മുടെ വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്സിലേക്കുള്ള ഇത് നമ്മൾ ഒട്ടും ഇല്ലാതെയായി പോകും. ആ ഒരു ഫോക്കസ് ഒട്ടും ഇല്ലാതെയായി പോകും. നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും 500 രൂപ 1000 രൂപയാണെങ്കിലും പോലും നമുക്ക് ഒരു വെൽത്ത് ബിൽഡിംഗ് പ്രോസസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Until we see next time with another video, Thomas Burgess signing off. Bye.